അദ്ദേഹത്തിൻ്റെ വേറെന്തോ തടസ്സങ്ങൾ, ഒരുപാട് തടസ്സങ്ങളുള്ളതുകൊണ്ട് അദ്ദേഹം എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതിലായിപ്പോൾ. ഏതായാലും നമ്മുടെ വിഭാഗിൻ്റെ ബാബുചേട്ടനുണ്ട്, കൊല്ലം സംഘത്തിൻ്റെ ചുമതലപ്പെട്ട ആളുകളൊക്കെ ഉണ്ട്. എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഈ ചടങ്ങ് നടക്കുകയാണ്. ഏവരെയും ഈ പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു.
വേണ്ടി കൃഷ്ണനന്ദുവിനെ ക്ഷണിക്കുന്നു. ഏകദന്തം മഹാകായം ദത്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം സർവം വിഘ്നവിവർജ്യം സർവം പ്രത്യക്തധാരണം സർവം സിദ്ധിപ്രദാനം വന്ദേ ഗണനായകം. സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ കടമ. നമ്മുടെ മാനവ സേവ മാധവ സേവ എന്ന ആപ്തവാക്യം ഉൾക്കൊണ്ടുകൊണ്ട് തലചായ്ക്കാൻ ഒരിടം പദ്ധതിയുടെ ഭാഗമായിട്ട് കൊച്ചവസർ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ദേശീയ സേവാഭാരതി കേരളം ആയി ചേർന്ന് നിർമ്മിച്ചു നൽകുന്ന വീടിൻ്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ ഇവിടെ കഴിഞ്ഞത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള യോഗോടുകൂടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ട് നമ്മുടെ യോഗാധ്യക്ഷൻ സേവാഭാരതി യൂണിറ്റ് പ്രസിഡന്റ് സുരേഷ് ഹരിഹരനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി ഫണ്ട് സംഘാല ശ്രീ MP സുരേന്ദ്രൻ ചേട്ടനാണ്, അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ ഉദ്ഘാടകനായിട്ട് എത്തിയിട്ടുള്ള ഡോക്ടർ B രാജീവ് സാറ്, അദ്ദേഹം സേവാഭാരതിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ കൂടിയാണ്, അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായിട്ട് NS ബാബുചേട്ടൻ ജില്ലാ കാര്യവാഹമാണ് സംഘത്തിൻ്റെ, അദ്ദേഹത്തെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ ഇവിടെ എത്തിയിട്ടുള്ള ജില്ലാ വൈസ് പ്രസിഡന്റ്, നമ്മുടെ സേവാഭാരതിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് അനൂപ്ജിയെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ജില്ലാ പ്രസിഡന്റ് ക്ഷമിക്കണം, നമ്മുടെ വാർഡ് കൗൺസിലർമാരായിട്ടുള്ള ശ്രീമതി ഷാലിശ്രത്, ഐവ, ഷിബു എന്നിവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കുറച്ച് വാക്കുകൾ എൻ്റെ ഇടയ്ക്ക് എനിക്ക് പറയണമെന്നുണ്ട്. കാരണം വെച്ചാൽ ഈ വീടിൻ്റെ തറക്കല്ലിടൽ നവംബർ 25-ാം തീയതി തുടങ്ങിയതാണ്. എല്ലാവിധ നമുക്ക് കുറേ ആളുകൾ ഇവിടെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുകയും സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരെ ഈ വേളയിൽ ഓർക്കുന്നു. സിമെൻറ്റിൻ്റെ കാര്യത്തിലായാലും, വാതിലിൻ്റെ കാര്യത്തിലായാലും, ജനലിൻ്റെ കാര്യത്തിലായാലും, പിന്നെ ടൈൽ വർക്കിൻ്റെ ആയാലും, ടൈല് ഇട്ട് വരുന്നതിൻ്റെ ആയാലും, ടൈല് സ്പോൺസർഷിപ്പ് ചെയ്യുന്നതിനും, നമ്മുടെ പ്ലംബിംഗ് ഐറ്റംസ് അതുപോലുള്ള കാര്യങ്ങൾക്കും, അത് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് വർക്കുകൾ എല്ലാം നമുക്ക് സമർപ്പണം ചെയ്തവരുണ്ട്. അതേപോലെ ഈ വീടിൻ്റെ നിർമ്മാണം എത്രയും നല്ല രീതിയിൽ നമ്മുടെ വിചാരിക്കുന്നതിലും കൂടുതൽ നല്ല ഒരു രീതിയിൽ നിർമ്മാണം ചെയ്ത കോൺട്രാക്ടർ ശ്രീകുമാർ ഏട്ടനെ പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. അതേപോലെ ഇവിടെ വന്നിരിക്കുന്ന സേവാഭാരതിയുടെ മുതിർന്ന കാര്യകർത്താക്കൾ, സംഘത്തിൻ്റെ മുതിർന്ന കാര്യകർത്താക്കൾ, അതേപോലെ ഇവിടെ എത്തിയിരിക്കുന്ന നല്ല വിശിഷ്ട വ്യക്തികൾ, പെരുമ്പാവൂർ 6-ാം വാർഡിൽ ഉള്ള നമ്മുടെ സാമൂഹ്യ പ്രവർത്തകർ, അതേപോലെ ഇവിടെ എത്തിയിരിക്കുന്ന സമന്വയത്തിൻ്റെ സംഘത്തിൻ്റെ സമന്വയ വേദിയിലെ അമ്മമാർ, എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങളെയും ഇവിടെ വന്നെത്തിയിരിക്കുന്ന എല്ലാ നാട്ടുകാരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടി ശ്രീ സുരേഷ് വാര്യരെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ഒരു കുടുംബത്തിന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്ന ഒരു ദിവസമാണ്. എല്ലാവർക്കും അറിയാം, ഒരു മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തലചായ്ക്കാൻ ഒരിടം എന്നുള്ള ഒരു ആഗ്രഹം. അത് വർഷങ്ങൾ കൊണ്ട്, ചിലപ്പോൾ ഒരു തലമുറകൾ കൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ സാഫല്യമാകുന്നത്. അതാണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജീവിതത്തിന്റെ അടിസ്ഥാനപരമായതാണ് കിടപ്പാടം,
ഭക്ഷണം, വസ്ത്രം. അതിൽ ഏറ്റവും പ്രധാനമാണ് കിടപ്പാടം. അതിന്നിവിടെ സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. അതിന് എല്ലാവിധ സംവിധാനങ്ങളും എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്ത കൊച്ചൗസഫ് ചിറ്റപ്പള്ളി ഫൗണ്ടേഷൻ. അത് നമുക്ക് സേവാഭാരതിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ദേശീയ സേവാഭാരതി ഇതിന്റെ ഒരു ഭാഗമായി ചേരാൻ തന്നെ വളരെ ഒരു ഭാഗ്യമായ ഒരു അവസരമാണ്. കാരണം ഈ തലയാക്കര പദ്ധതിയിൽ കേരളത്തിൽ വളരെയധികം 100 വീടുകളാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ ദേശീയ സേവാഭാരതിയുടെ ആഭിമുഖ്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ചിറ്റപ്പള്ളി ഫൗണ്ടേഷൻ അതിന് എല്ലാവിധ ധനസഹായം നൽകി അതിനൊരു മാതൃകാപരമായ ഒരു മാനവ സംരക്ഷണ ഇതാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അതിന് ഭാഗമാകാൻ ദേശീയ സേവാഭാരതിക്ക് സാധിച്ചതും അതിന്റെ ഒരു ഭാഗമാകാൻ പെരുമ്പാവൂർ സേവാഭാരതിക്ക് ഒരു അവസരം ലഭിച്ചതും ഏറ്റവും വലിയ ഒരു പുണ്യകാര്യമായിട്ടാണ് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കുന്നത്. പെരുമ്പാവൂർ യൂണിറ്റിനെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ്. കാരണം ഇങ്ങനെ ഒരു പദ്ധതി ഏറ്റെടുത്ത സമയത്ത്, ഇങ്ങനെ ഒരു പ്രപ്പോസൽ വന്ന സമയത്ത് വളരെയധികം സ്ഥലങ്ങളിൽ നിന്നും ആവശ്യക്കാർ വളരെയധികം വന്നെങ്കിലും പെരുമ്പാവൂർ ഇതിനൊരു അവസരം കിട്ടാനും അതിന് ചർച്ച നടത്തി അതിന്റെ കാര്യങ്ങളെല്ലാം നടന്നു വന്നു. പ്രപ്പോസൽ അംഗീകരിച്ചു കഴിഞ്ഞപ്പോൾ ഇതിന്റെ പണി തുടങ്ങുന്നതിനെ സംബന്ധിച്ച് ഒരു ആലോചന വന്നപ്പോൾ ആരെയും നമ്മൾ ഏൽപ്പിക്കും. കാരണം സാമ്പത്തിക പ്രശ്നങ്ങളും എല്ലാം പലതുകൊണ്ട് ഏറ്റെടുക്കാൻ ആരെയും തയ്യാറാവോ. ഇങ്ങനെ നിരന്തരം നമ്മളുടെ മീറ്റിങ്ങുകളിൽ ഒരു അഭിപ്രായങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് സുരേന്ദ്രൻ ചേട്ടൻ അഭിപ്രായം പറഞ്ഞു, വിജയകുമാരേട്ടനും പറഞ്ഞു. നമ്മുടെ ശ്രീകുമാർ അദ്ദേഹം വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ഒരു മനുഷ്യനാണ്, വളരെയധികം സേവാ മനോഭാവമുള്ള ഒരു വ്യക്തിയാണ്. നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചു നോക്കാം. ആ മീറ്റിംഗിന്റെ ഇടയ്ക്ക് തന്നെ അദ്ദേഹത്തെ വിളിച്ചു. ഇങ്ങനെ ഒരു പ്രപ്പോസലിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പൊ തന്നെ കാണാമെന്ന് പറഞ്ഞ 5 മിനിറ്റിനുള്ളിൽ അദ്ദേഹം നമ്മുടെ സ്ഥലത്തെത്തി. അദ്ദേഹവുമായി സംസാരിച്ച് ഇങ്ങനെ പ്രപ്പോസൽ വന്നപ്പോൾ പ്ലാൻ ഉണ്ടോ എന്ന് ചോദിച്ചു. പ്ലാൻ കാണിച്ചു കൊടുത്തു. സുരേന്ദ്രൻ ചേട്ടൻ പറഞ്ഞു ഇത് നമുക്ക് ചെയ്തു തരണം. ഒരു വാക്കേ പറഞ്ഞുള്ളൂ, വേറെ ഒന്നും അദ്ദേഹം ആലോചിച്ചില്ല. നമുക്ക് സൈറ്റ് ഇപ്പൊ തന്നെ കാണാം, ഇപ്പൊ തന്നെ സൈറ്റ് എനിക്ക് കാണണമെന്നും പറഞ്ഞ് അവിടെ നിന്ന് തന്നെ സൈറ്റിലേക്ക് വന്നു. സൈറ്റ് കണ്ടു. അപ്പോഴും ഞങ്ങൾക്കൊരു സംശയം തോന്നി. കാരണം ഇവിടെ വഴിയുടെ സൗകര്യങ്ങള്, മെറ്റീരിയൽ കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടുകള്, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഇതിന് വഴി മാറി പോവോ, ഇനി എന്തായിരിക്കും എന്നുള്ളതൊന്ന് അദ്ദേഹം വന്ന് കണ്ടു. ഉടനെ തന്നെ പറഞ്ഞു ഇത് ഞാൻ ചെയ്തു തരാം. ആ ഒരൊറ്റ വാക്കാണ് നമ്മുടെ പെരുമ്പാവൂർ യൂണിറ്റിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു സന്തോഷമാണ്. കാരണം അദ്ദേഹത്തിന്റെ വാക്ക് എപ്പോഴും നമുക്ക് വിശ്വസിക്കാവുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം ഉണ്ടായിരിക്കും എന്നുള്ള ഒരു ഒറ്റ ഇതിലാണ് നമ്മൾ അതിനുള്ള തയ്യാറെടുപ്പെടുത്തു. ഉടനെ പിറ്റേ 2 ദിവസത്തിനുള്ളിൽ തന്നെ അതിന്റെ പണി സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ കാലാവധി അനുസരിച്ച് തന്നെ അതിന്റെ പ്രവർത്തനങ്ങൾ നമുക്ക് സബലീകരിക്കാനും സാധിച്ചു. പെരുമ്പാവൂർ യൂണിറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് നമ്മള് കമ്മിറ്റിയുടെ ആദ്യ പ്രാരംഭം മുതലുള്ള ചില രൂപീകരണ ചിന്തകളുണ്ടായിരുന്നു. പലതും ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെ മുന്നോട്ട് വന്നിട്ടാണ് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത്. അത് സാക്ഷാത്കരിക്കാൻ സാധിച്ചത് തന്നെ നമ്മുടെ യൂണിറ്റിലെ എല്ലാവിധ എക്സിക്യൂട്ടീവ് അംഗങ്ങളും ഒറ്റ വാക്കിലും ഒറ്റ യോജിപ്പിലും ഉള്ള ആ ഒരു അഭിപ്രായത്തോടു കൂടിയാണ് ഇത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചത്. എന്നിങ്ങനെ ഒരു ചടങ്ങ് ഇവിടെ നമുക്ക് നടത്താൻ സാധിച്ചത്. അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുകയാണ്. പെരുമ്പാവൂർ യൂണിറ്റിൽ പ്രവർത്തിച്ച എല്ലാവർക്കും. ഇതിന്റെ പുറകെ വളരെയധികം ആൾക്കാരുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ ശ്രമങ്ങളും തൊഴിൽ രീതിയിലാണെങ്കിലും സാമ്പത്തികമായിട്ടും നമ്മുടെ ബഡ്ജറ്റിന് ഉപരിയായി ചെയ്യുന്ന പ്രവൃത്തി വളരെ ഭംഗിയായിട്ട് ചെയ്യണം. അതുകൊണ്ട് അതിനൊരു ടാർഗറ്റ് നോക്കിയിട്ടല്ല, പരമാവധി ഭംഗിയാക്കാൻ വേണ്ടി അതിനുള്ള സഹകരണം നമുക്ക് പൊതുജനങ്ങളുടെ ഇടയിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് വ്യക്തികളിൽ നിന്നും പ്രമുഖ വ്യക്തികളിൽ നിന്നും വളരെയധികം സഹകരണം കിട്ടി. അവരോടൊക്കെ വളരെയധികം കടപ്പാട് സേവാഭാരതി പെരുമ്പാവൂരിനെ അറിയിക്കാനുണ്ട്. അത് ഇവിടെ അറിയിക്കുകയാണ്. പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. സേവാഭാരതിയുടെ പ്രവർത്തനം ചിറ്റപ്പള്ളിയായിട്ട് വളരെയധികം സ്ഥലങ്ങളിൽ അതിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എറണാകുളം ജില്ലയിൽ ആദ്യമായിട്ടാണ് ഈ ഒരു സംരംഭം ഇവിടെ പൂർത്തിയാക്കി ഇനി നമുക്ക് സബലീകരിക്കാൻ സാധിച്ചത്. അതിനെ യോജിച്ച എല്ലാവരോടും ഒരു യൂണിറ്റ് പ്രസിഡന്റ് എന്ന രീതിയിൽ പ്രത്യേകം അഭിനന്ദനങ്ങളും നന്ദി ഞാൻ ഇവിടെ അറിയിക്കുകയാണ്. കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. നമുക്ക് സമയം വളരെ പരിമിതമാണ്. അരമണിക്കൂറിനുള്ളിൽ പരിപാടി അവസാനിപ്പിച്ച് നമുക്ക് പിരിയേണ്ടതാണ്. അതുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാനിവിടെ സംസാരിക്കുകയാണ്. വന്നു ചേർന്ന എല്ലാവരോടും സേവാഭാരതി പെരുമ്പാവൂർ യൂണിറ്റിൻ്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. നമസ്കാരം. അടുത്തത് രാജു ഡോക്ടർ സംസാരിക്കുന്നതായിരിക്കും. ബഹുമാന്യ അധ്യക്ഷൻ, ബഹുമാന്യായ ശ്രീ NS ബാബു ചേട്ടൻ, സുരേന്ദ്രൻ ചേട്ടൻ, ജനപ്രതിനിധികളെ, ഗുരുജനങ്ങളെ, എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, വിനീത നമസ്കാരം. വളരെ വ്യത്യസ്തമായ എന്നാൽ ശുഭോദർക്കമായ ഒരു കാര്യത്തിലാണ് നമ്മളെല്ലാവരും ഇന്ന് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. സേവാഭാരതി എല്ലായ്പ്പോഴും മറ്റുള്ളവർക്ക് മാതൃകയായി
ലളിതമായ ചില പ്രവർത്തനങ്ങളിലൂടെ മനുഷ്യന്റെ അത്യാവശ്യ കാര്യങ്ങളിൽ സഹായഹസ്തവുമായി നിൽക്കുന്ന ഒരു ചെറിയ സാമൂഹിക പ്രസ്ഥാനമാണ് എന്ന് നമുക്കറിയാം. അത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ തണലിൽ സംഘത്തിന്റെ സേവാമുഖമായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനവും കൂടിയാണ്. അതുകൊണ്ട് തന്നെ സംഘത്തിന്റെ ശതാബ്ദി വർഷം ആഘോഷിക്കുന്ന ഈ വേളയിൽ നമ്മുടെ എല്ലാവരുടെയും ചുമതലയാണ് ഇത്തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങൾ കണ്ടെത്തുക, ഏറ്റെടുക്കുക, സംയോജിപ്പിക്കുക എന്നുള്ളത്. അതിന് നമ്മളോട് അങ്ങേയറ്റം വിശ്വാസ്യത കാണിച്ച സംഘത്തെ, സേവാഭാരതിയെ അങ്ങേയറ്റം വിശ്വസിച്ച ശ്രീ കൊച്ചൗസേപ്പ് ചിറ്റലപ്പള്ളി സാറിനോടും അദ്ദേഹത്തിന്റെ KCF ഫൗണ്ടേഷനോടും അതിലെ അധികാരികളോടുമാണ് ഞാൻ ആദ്യം എൻ്റെ നാട്ടുകാരുടെ, എൻ്റെ വ്യക്തിപരമായ നന്ദിയും കൃതാർത്ഥതയും അറിയിക്കുന്നത്. കാരണം ഇങ്ങനെ ഒരു കാര്യം മുന്നോട്ട് വെച്ചപ്പോൾ ഇതിന് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന് KCF ഫൗണ്ടേഷൻ നമ്മളെ ക്ഷണിക്കുകയായിരുന്നു. അവര് സംഘത്തെ വിശ്വസിക്കുന്നു, അടിയുറച്ച് വിശ്വസിക്കുന്നു. അതില് ഒരു പൈസ പോലും ദുർവിനിയോഗം ചെയ്യപ്പെടില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു പങ്ക് അവരുടെ സംഭാവനയായി തരികയും ബാക്കി അതാത് ഭാഗത്തെ സേവാഭാരതി യൂണിറ്റുകളുടെ, സംഘത്തിന്റെ, പരിവാർ പ്രസ്ഥാനങ്ങളുടെ എല്ലാം സമന്വയമായ ഒരു പ്രയോജനപ്രദമായ ഒരു പ്രവൃത്തിയായി അത് മാറ്റിയെടുത്തുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു വലിയ തുടക്കം കുറിക്കുകയാണ് ഇന്നിപ്പോ എറണാകുളം ജില്ലയിൽ. എറണാകുളം ജില്ലയിലെ വലിയ ഒരു വിസ്തൃതിയുള്ള ഒരു പ്രദേശത്ത് നമ്മുടേതുപോലുള്ള ഒരു ചെറിയ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ, ഇങ്ങനെ ഒരു കാര്യത്തിൽ പങ്കെടുക്കാൻ ഒരു നിയോഗം ലഭിച്ചവരാണ് നാം എല്ലാവരും. അതുകൊണ്ട് തന്നെ സേവാഭാരതി അതിന്റെ ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ഉദ്ദേശിക്കുന്നത് ഇതുപോലെയുള്ള ചെറിയ കാര്യങ്ങൾ ഭംഗിയായി ചെയ്യുകയും അതിന് നമ്മളെല്ലാവരും തന്നെ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. നമ്മളെല്ലാവരും ഒരു മാതൃകയായിട്ട് മറ്റുള്ള എല്ലാവർക്കും മാതൃകയായി സേവന പ്രവർത്തനങ്ങളിലും എല്ലാത്തിലും നമുക്ക് കഴിയുന്ന രീതിയിൽ ആ ഒരു സാഹോദര്യം പുലർത്തുക, അതെന്നെന്നും നിലനിർത്തുക, എന്നെന്നും മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് നമ്മളിലെ അധിഷ്ഠിതമായിട്ടുള്ള ലക്ഷ്യബോധം. അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും നമുക്കിവിടെ പറയാനില്ല. പ്രസംഗമല്ല, പ്രവൃത്തിയാണ് പ്രധാനം എന്ന് നമ്മളെ സംഘം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ ദൗത്യത്തില് എല്ലാ രീതിയിലും പങ്കാളികളായവരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഓരോരുത്തരുടെയും മനസ്സുകൊണ്ടുള്ള പ്രാർത്ഥനയെങ്കിലും ഇവിടെ വന്നു ചേരാതെയില്ല. അതുകൊണ്ട് തന്നെ എത്തിച്ചേരാത്ത, പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം KCF ഫൗണ്ടേഷന്റെ ചെയർമാനായ കൊച്ചൗസേപ്പ് സാറുമായിട്ട് ഞാൻ സംസാരിക്കുകയുണ്ടായി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെയാണ് ദേശീയ സേവാഭാരതിയെയും സംഘത്തെയും എല്ലാം കാണുന്നത്. നിങ്ങൾ കൃത്യമായി കാര്യങ്ങൾ ചെയ്യും. അതുകൊണ്ട് നമുക്ക് 1000 വീടുകൾ എന്നുള്ളൊരു ലക്ഷ്യം എത്രയും വേഗം കേരളത്തിൽ പൂർത്തിയാക്കാം. അതിനുവേണ്ടി എല്ലാം കാര്യങ്ങൾ ചെയ്യണം. പിന്നെ മറ്റനവധി പ്രവർത്തനങ്ങൾ നമുക്ക് ഒരുമിച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെച്ചു. അത്രയധികം സേവാഭാരതിയെ വിശ്വസിക്കുന്ന ഒരു കൂട്ടം വ്യവസായ പ്രമുഖന്മാർ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള CSR ഫണ്ടുകൾ ശരിയായ രീതിയിൽ കയ്യിലേക്ക് എത്തിക്കണം എന്ന് വിചാരിക്കുന്നവരുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ചെറുതും വലുതുമായ വ്യവസായ സംരംഭങ്ങൾ നടത്തുന്നവരും ഇങ്ങനെയുള്ള സദുദ്യമങ്ങളിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമീപിക്കാവുന്ന ഒരു പ്രസ്ഥാനമാണ് സേവാഭാരതി. കേരളത്തിൽ ഉടനീളമുള്ള ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുന്ന സേവാഭാരതി പല തട്ടുകളിൽ ഇത്തരം പ്രവർത്തനങ്ങൾ സംയോജിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ തൊട്ടടുത്ത വെങ്ങോല പഞ്ചായത്തിലായാലും അടുത്ത മുടക്കുഴ പഞ്ചായത്തിലായാലും പൂവപ്പടി പഞ്ചായത്തിലായാലും ഒക്കെ തന്നെ ഒട്ടനവധി പേർ നമുക്ക് ആവശ്യക്കാരായിട്ടുണ്ട്. പക്ഷേ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ഒരു അനുമതിയില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നതല്ല. നമ്മൾ ആദ്യത്തെ ഘട്ടം എന്നുള്ള നിലയ്ക്ക് എറണാകുളം ജില്ലയിൽ 8 വീടുകൾക്കാണ് അനുമതി കിട്ടിയിട്ടുള്ളത്. അതിൽ തന്നെ ആദ്യത്തെ വീട് പരിപൂർണമാവുകയാണ്. മറ്റുള്ളത് ഈ വരുന്ന മാസങ്ങളിൽ പരിപൂർണമാകും. തീർച്ചയായിട്ടും കേരളത്തിൽ ഉടനീളം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ സംയോജിപ്പിക്കുവാൻ, അതിന്റെ പോരായ്മകൾ കണ്ടെത്തി അത് നികത്തുവാൻ കുറ്റപ്പെടുത്തലല്ല, വിമർശിക്കലല്ല, ചേർന്ന് നിൽക്കലാണ്, ചേർത്തുപിടിക്കലാണ് സംഘത്തിന്റെ ലക്ഷ്യം. ഈ ദൗത്യത്തിൽ പൂർണ്ണമായും സഹകരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു. നമസ്തേ.
നമ്മുടെ വിഭാഗ കാര്യ ബാബുചേട്ടനാണ്, NS ബാബുചേട്ടനെ 2 വാക്ക് സംസാരിക്കുന്നതിന് സേവാ സന്ദേശം നൽകുന്നതിന്. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. നമ്മുടെ ജീവിതത്തിലെ ഓരോ പുണ്യ കർമ്മങ്ങളിലും പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഭാഗ്യം സിദ്ധിക്കുന്ന നമ്മൾ എല്ലാവരും ഈ സത്പ്രവൃത്തിയുടെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്. രാഷ്ട്രീയ സ്വയം സേവക സംഘം ശതാബ്ദി നിറവിലാണിപ്പോൾ. രാഷ്ട്രീയ സ്വയം സേവക സംഘം മുന്നോട്ട് വെച്ച ആശയങ്ങള്, ആദർശങ്ങള് ലോകം മുഴുവൻ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അജ്ഞരെ, അവശരെ, ആർദ്ധരെ അവരെ തുണ ചെയ്ത് നമ്മളുടെ ഒപ്പം ഉയർത്താൻ വേണ്ടിയിട്ടുള്ള ആ ബാലപാഠമാണ് സംഘം സമാജത്തിന് പ്രദാനം ചെയ്യുന്നത്. തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ആ ഒരു ആപ്തവാക്യം അനർത്ഥമാക്കിക്കൊണ്ടാണ് സംഘം പ്രവർത്തിക്കുന്നത്. നമ്മൾ ഏതെല്ലാം മേഖലകളിൽ കൈവച്ചിട്ടുണ്ടോ ആ മേഖലകളിലെല്ലാം നമുക്ക് അംഗീകാരങ്ങളും ആശീർവാദങ്ങളും നിറയെ കിട്ടുന്ന ഒരു സാഹചര്യം നമ്മളുടെ എല്ലാ അനുഭവങ്ങളിലൂടെ നമുക്ക് എല്ലാവർക്കും അത് അനുഭവമുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ച പിറവത്ത് കക്കാട് ബാംസുരി എന്ന ഒരു സംഘടനയുമായിട്ട് യോജിച്ചുകൊണ്ട് ദേശീയ സേവാഭാരതി ഒരു വീട് വെച്ചതിന്റെ താക്കോൽദാനവും ഗൃഹപ്രവേശന ചടങ്ങിലും പങ്കെടുത്തതാണ് ഞാൻ. ആ വീട്ടുകാരുടെ ആഗ്രഹപ്രകാരം അവര് തയ്യാറാക്കിയ പ്ലാനില് നമുക്കൊരു വീട് നിർമ്മിച്ചു കൊടുക്കാനായിട്ട് സാധിച്ചു. 6 മാസം കൊണ്ടാണ് നമ്മൾ ആ വീട് നിർമ്മിച്ചു കൊടുത്തത്. ബാംസുരി എന്ന സന്നദ്ധ സംഘടനയും ദേശീയ സേവാഭാരതിയുമായിട്ട് കൈകോർത്ത് ആ വീട്ടുകാരുടെ താല്പര്യമനുസരിച്ച് തയ്യാറാക്കിയ പ്ലാനില് 6 മാസം കൊണ്ട് ഒരു വീട് പൂർത്തിയാക്കി കൊടുത്തു. ആ വീട് പൂർത്തിയാക്കി കൊടുത്ത സമയത്ത് ആ വീട്ടിലെ ഗൃഹനാഥയ്ക്കും 3 കുട്ടികളുമുള്ള, ഗൃഹനാഥൻ ഇല്ല, അവർക്കുണ്ടായ ആ ഒരു സന്തോഷം, അവർക്കുണ്ടായ ആ ഒരു സംതൃപ്തി, എത്ര കാലമായിട്ട് അവര് പഞ്ചായത്തിനെയും അവിടെയുള്ള മറ്റേ തരത്തിലുള്ള ആൾക്കാരെയെല്ലാം സമീപിച്ച് അങ്ങനെ കിടന്നതാ. പക്ഷെ നമ്മളുമായിട്ടൊരു ബന്ധമുള്ള ഫാമിലി ആയിരുന്നില്ല. പക്ഷെ നമ്മുടെ അവിടുത്തെ പ്രവർത്തകരെ അന്വേഷിച്ച് കണ്ടെത്തി, അവരെ കണ്ടെത്തി അവരുടെ ആഗ്രഹമനുസരിച്ച് ഒരു കിടപ്പേടം, തല ചായ്ക്കാൻ ഒരു ഇടം നമ്മൾ നിർമ്മിച്ചു കൊടുത്ത സമയത്ത് അവർക്കുണ്ടായ ഒരു സന്തോഷം ആ ഗ്രാമത്തിലെ ആ പരിപാടിയിൽ കൂടിയ മുഴുവൻ ആൾക്കാരുടെയും ഒരു സന്തോഷമായിട്ട് മാറാനായിട്ട് സാധിച്ചു. അവിടെ കൂടിയ ആൾക്കാര് ആ സമയത്താണ് അറിയുന്നത് സംഘവും സേവാഭാരതിയും എല്ലാം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളത്. അപ്പൊ ഇത്തരത്തില് ഏതൊരു സമൂഹത്തിലെ ഏതൊരു തരത്തില് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ആൾക്കാർക്കും കൈത്താങ്ങായിട്ട് സംഘപ്രസ്ഥാനങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് കൂടുതൽ ബന്ധപ്പെടാനും പ്രവർത്തിക്കാനും നമുക്ക് സാധിക്കണം. സേവാഭാരതി പോലെ തന്നെ നമ്മുടെ സമാജത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്തു പ്രവർത്തിക്കുന്ന സക്ഷമ എന്നുള്ള സംഘടനയുണ്ട്. കണ്ണ് കാണാൻ പറ്റാതെ അംഗവൈകല്യം സംഭവിച്ചിട്ടുള്ള അങ്ങത്തരത്തിലുള്ള ആൾക്കാരെ സമൂഹത്തിന്റെ ഒപ്പം കൂട്ടുന്നതിന് വേണ്ടിയിട്ടും അവരെ സമൂഹത്തിന്റെ ഒപ്പം നടത്തുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ പ്രവർത്തിക്കുന്ന ആ സക്ഷമ പോലെയുള്ള സംഘടനകളുണ്ട്. അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ മേഖലകളിലും പ്രവർത്തിക്കുന്ന നിരവധി സംഘടനകള് ഈ സംഘത്തിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മള് എല്ലാവരും ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്ന, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് സംഘപ്രസ്ഥാനങ്ങളും സമാജത്തിൽ സേവാ മനോഭാവമുള്ള ആൾക്കാരെയും കണ്ടെത്തി സമാജത്തെ ഈ ഒരു ശതാബ്ദി വർഷത്തിലെ ഒരു ആർദ്ധരായിട്ടുള്ള ആരും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവരുത് എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി നമുക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കണം. ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആൾക്കാർക്കും ആശംസകൾ അർപ്പിക്കുന്നു.
ഞാൻ നമ്മുടെ കോതമംഗലം കണ്ടിലെ അവിടെ പുതിയതായിട്ട് നിർമ്മിച്ചിട്ടുള്ള കാര്യാലയത്തിന്റെ ഗൃഹപ്രവേശന ചടങ്ങാണിപ്പോ. ഞാൻ അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോട് കൂടിയിട്ട് ഞാൻ ഇവിടുന്ന് പോവുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ അർപ്പിക്കുന്നു. നമസ്കാരം. ആശംസ അർപ്പിക്കാൻ വേണ്ടി നമ്മുടെ വാർഡ് കൗൺസിലർമാർ എത്തിയിട്ടുണ്ട്. ശ്രീമതി ഷാലു ശരത്ത് ഈ വാർഡിന്റെ തന്നെ വാർഡ് കൗൺസിലറാണ്. വളരെയധികം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുകയും നമ്മളെ സഹായിക്കുകയും പല കാര്യങ്ങളിലും നമ്മളെ സഹായിക്കുകയും ചെയ്തിട്ടുള്ള ശ്രീമതി ഷാലു ശരത്തിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ അവസരത്തിൽ ഞാൻ സേവാഭാരതിയോട് വളരെയധികം നന്ദിയാണ് അറിയിക്കുന്നത്. 6 മാസം കൊണ്ട് തന്നെ വളരെ നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് പണി പൂർത്തീകരിച്ച് നല്ല ഭംഗിയോട് തന്നെ വീട് നല്ല പണി പൂർത്തീകരിച്ച് തന്നതിന് വളരെയധികം നന്ദി ഞാൻ സേവാഭാരതിയോട് അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇനിയും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സേവാഭാരതിക്ക് കഴിയട്ടെ എന്ന് എൻ്റെ എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ആശംസ അറിയിക്കുന്നതിനായി അടുത്ത വാർഡ് കൗൺസിലർ വാർഡ് കൗൺസിലറായ അയ്വാശിവിനെ ശ്രീമതി അയ്വാശിവിനെ ക്ഷണിക്കുകയാണ്. വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, മറ്റ് നമ്മുടെ പ്രവർത്തകരെ, നല്ലവരായ നാട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. തല ചായ്ക്കാനിടം എന്ന ഈ പദ്ധതിയില് എല്ലാവിധ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സഹായിച്ച കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി, നമ്മുടെ ദേശീയ സേവാഭാരതി സംഘടനയും, പിന്നെ ഇതിലേക്കായി പ്രവർത്തിച്ച ഈ ഒരു നല്ല കാര്യത്തിന് വേണ്ടി പ്രവർത്തിച്ച ഇതിലുൾപ്പെട്ട എല്ലാ ആളുകൾക്കും നന്ദി പറയുകയാണ് ഈ അവസരത്തിൽ. ഇനിയും ഇതേപോലെ നല്ല രീതിയിൽ നമുക്ക് സഹായങ്ങൾ ചെയ്യാൻ, ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി, നമസ്കാരം. രണ്ട് സംഘാടകർ ശ്രീ വിനീതമായ നമസ്കാരം. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ആശയം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന സേവാഭാരതിക്ക് സംഘത്തിന്റെ പാരമ്പര്യമനുസരിച്ചിട്ട് പ്രവർത്തനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വരാതെ ഈ നാട്ടുകാർ സഹകരിക്കുന്നുണ്ടെന്ന് അനേക അനുഭവങ്ങൾ നമുക്കുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഉത്തരാഞ്ചലിലുണ്ടായ പ്രകൃതിക്ഷോഭത്തിൽ സാമ്പത്തിക സഹായം ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ടൗണിൽ ഒരു കളക്ഷൻ ഇറങ്ങിയ സമയത്ത്, നമ്മളെയൊക്കെ കണ്ട സമയത്ത് എല്ലാ മതസ്ഥരായ ആൾക്കാരും ഇത് സംഘം ചെയ്യുന്ന പദ്ധതിയാണ്, ഈ പൈസ എങ്ങും ചോരാതെ അവിടെ എത്തും എന്ന് സന്തോഷപൂർവ്വം നമ്മളെ സഹകരിച്ചുകൊണ്ട് നമ്മളോട് സഹകരിച്ച അനേകം വ്യക്തികളുണ്ട്. അതേപോലെ സേവാഭാരതിയായിട്ട് സഹകരിക്കാനായിട്ട് അനേകം മഹത് വ്യക്തികൾ നമ്മളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ, അതേപോലെ തന്നെ അരുണയുടെ അശോകൻ, അതേപോലെ ഗിരീഷ്, അങ്ങനെ അനേകം വ്യക്തികളുണ്ട്. എല്ലാവരുടെയും പേരിട്ട് ഒരു വളരെ നീണ്ട ലിസ്റ്റാണത്. അപ്പൊ നമ്മുടെ എന്ത് പ്രവർത്തനങ്ങള് അവരോട് പറയുന്ന സമയത്ത് പൂർണ്ണ മനസ്സോടെ നമ്മൾ സഹകരിക്കുന്നുണ്ട്. അപ്പോ ഇത് സംഘം അല്ലെങ്കിൽ സേവാഭാരതി ചെയ്ത പ്രവർത്തിയുടെ ഫലമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ ഇതേപോലെ എന്നും സഹകരണം ഉണ്ടാകാനായിട്ട് നമ്മുടെ മുമ്പിൽ അനേകം പ്രവർത്തികൾ ഇനിയും ബാക്കിയുണ്ട്. കഷ്ടപ്പെടുന്ന, പല നിലയ്ക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അനേകം വ്യക്തികൾ നമ്മുടെ സമൂഹത്തിൽ ഇന്നും ഉണ്ട്. അവരെയൊക്കെ സഹായം എത്തിക്കാനായിട്ട് നമ്മള് പ്രതിജ്ഞാബദ്ധരാണ്. അതിനുവേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. സമൂഹത്തിൽ ഇന്ന് കണ്ടുവരുന്ന പല പ്രവർത്തികളുടെയും ഫലമായിട്ട് വീടുകളിൽ ഒറ്റപ്പെട്ടു പോകുന്ന മുതിർന്ന ആളുകൾ, അവരൊക്കെ സംരക്ഷണം നൽകണം.
അതേപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് സേവാഭാരതിക്ക് അനേകം മുഖങ്ങളുണ്ട്. ആ എല്ലാ മുഖങ്ങളിലും വളരെ ഭംഗിയായിട്ട് പ്രവർത്തിക്കാൻ നിങ്ങളുടെയൊക്കെ സഹകരണമാണ് നമുക്ക് പ്രചോദനം. അത് ഇനിയും വീണ്ടും ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുക. നന്ദി, നമസ്കാരം. കുടുംബത്തിനും നിർമ്മിച്ചു നൽകുന്ന ഈ വീടിന്റെ താക്കോൽദാന ചടങ്ങിലേക്ക് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും സേവാഭാരതി പെരുമ്പാവൂരിന്റെ പേരിൽ കൃതജ്ഞത അറിയിക്കുന്നു. ഫ്രണ്ടില് വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ റൈറ്റ് സൈഡിൽ ഒരു ആനയായിട്ടുണ്ട്. ഏറ്റവും ഗംഭീരമാക്കി തന്ന ശ്രീമാന്തിയെ അനുമോദിക്കുക, മനസ്സുകൊണ്ട് ആരാധിക്കുക കൂടി ചെയ്യണം.